ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും. സൗഖ്യമുണ്ടെങ്കിൽ രോഗത്തിന് വേണ്ടിയുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾക്കുണ്ടാകാതെ ആ സമ്പത്തും കൂടി നമുക്ക് സമ്പാദിക്കുവാനും അത് സമർത്ഥമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും ദൈവം തന്ന സമൃദ്ധി കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ഈശോയുടെ വരവ് ജീവന് സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കാനല്ല, ജീവിതത്തിന് സമൃദ്ധി ഉണ്ടാകണം. അത് കൂടുതൽ സമർത്ഥമായ ജീവനുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സംശീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആ വചനം ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വന്ന് തൻ്റെ തിരുക്കുമാരസനിൽ മധ്യസ്ഥം വഹിച്ച് ഞങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.